ബീഹാർ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായിരിക്കെ എൻഡിഎയെ പിളർത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കായി വമ്പൻ ഓഫറാണ് നൽകിയിരിക്കുന്നത്. ഒരിക്കലും LJPക്ക് തള്ളിക്കളയാനാവാത്ത ഓഫർ കൂടിയാണിത്. 8 ലോക്സഭാ സീറ്റുകൾ LJPക്ക് ഇന്ത്യ സഖ്യം ഓഫർ ചെയ്തെന്നാണ് റിപ്പോർട്ട്. 2 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ചിരാഗ് പാസ്വാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എൻഡിഎയുടെ വിശ്വസ്ത കക്ഷിയാണ് അദ്ദേഹം. എന്നാൽ നിതീഷ് കുമാറുമായും LJPയുടെ തന്നെ മറ്റൊരു വിഭാഗത്തെ നയിക്കുന്ന പശുപതി പരസുമായും ചിരാഗിന് പ്രശ്നങ്ങളുണ്ട്. അതേസമയം BJP 6 സീറ്റുകളാണ് മുന്നണിയിൽ LJPക്ക് നൽകാമെന്ന് അറിയിച്ചത്. എന്നാൽ അതുപോലും ഒറ്റയ്ക്കല്ല. പശുപതി പരസിന്റെ വിഭാഗത്തിനും ചേർത്താണ് 6 സീറ്റുകൾ നൽകുന്നത്. പരസുമായി അത്ര നല്ല ബന്ധവും ചിരാഗിനില്ല. പാർട്ടി പിളർത്തിയ നേതാവാണ് പരസ് എന്നാണ് ചിരാഗ് ആരോപിക്കുന്നത്. നിലവിൽ 3 സീറ്റുകൾ മാത്രമാണ് അപ്പോൾ ചിരാഗിന്റെ LJPക്ക് ലഭിക്കുക. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ വാഗ്ദാനം ചിരാഗിന് തള്ളിക്കളയാനാവുന്നതല്ല. ഇന്ത്യ സഖ്യം 6 സീറ്റുകളും ചിരാഗിന്റെ LJPക്ക് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അധികമായി 2 സീറ്റ് UPയിൽ ലഭിക്കുകയും ചെയ്യും. 2021 ലോക് ജനശക്തി പാർട്ടിയിൽ പിളർപ്പുണ്ടായത്. രാംവിലാസ് പാസ്വാന്റെ മരണശേഷമായിരുന്നു പാർട്ടിയിലെ ആ പിളർപ്പ്. ചിരാഗിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പശുപതി പരസ് വിഭാഗം തയ്യാറായിരുന്നില്ല. രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ കൂടിയാണ് പരസ്. അതേസമയം വിള്ളലിന് കാരണം നിതീഷ് കുമാറും JDUവുമാണെന്ന് ചിരാഗ് അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയെയും BJPയെയും അദ്ദേഹം വിമർശിച്ചിരുന്നില്ല. നിതീഷുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 2020 സഖ്യം വിട്ടിരുന്നു ചിരാഗ്. എന്നാൽ പിന്നീട് നിതീഷ് കുമാർ മഹാസഖ്യത്തിന്റെ ഭാഗമായപ്പോൾ NDAയിലേക്ക് തിരിച്ചു വന്നിരുന്നു. എന്നാൽ നിതീഷ് തിരിച്ചു വന്നതോടെ ചിരാഗ് വീണ്ടും അതൃപ്തിയിലാണ്. പശുപതി പരസും ചിരാഗ് പാസ്വാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ചിരാഗിന്റെ ഹാജിപൂർ മണ്ഡലം സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ. പശുപതി പരസാണ് ഇവിടെ നിന്നുള്ള സിറ്റിംഗ് MP. എന്നാൽ ചിരാഗ് ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ പിതാവിന്റെ മണ്ഡലമാണെന്നും തന്റെ കർമ്മഭൂമിയും അതാണെന്ന് ചിരാഗ് അവകാശപ്പെടുന്നുണ്ട്. BJPയും LJPയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും വിജയിച്ചിരുന്നു. ഇത്തവണയും 6 സീറ്റ് തന്നെ ഇവർക്ക് 2 പേർക്കുമായി നൽകാനാണ് NDA തീരുമാനിച്ചത്. ചിരാഗിനോടും പശുപതി പരസിനോടും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിതീഷ് പോയതോടെ 17 സീറ്റുകൾ മഹാസഖ്യത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ഇതിൽ 8 സീറ്റ് ചിരാഗിന് നൽകുന്നത് കൊണ്ട് മഹാസഖ്യത്തിന് യാതൊരു നഷ്ടവും ഉണ്ടാകില്ല. ഏതായാലും കോൺഗ്രസിന് തോൽക്കുമെന്ന ഭയം നന്നായി അലട്ടുന്നുണ്ട്. കാരണം ദിനംപ്രതി നിരവധി നേതാക്കളാണ് പാർട്ടി വിടുന്നത്. അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാനെ അടർത്തിയെടുത്ത് NDAയ്ക്ക് കിടിലൻ പണി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനവും.